بسم الله الرحمن الرحيم وما أوتيتم من شيء فمتاع الحياة الدنيا وزينتها وما عند الله خير وأبقى أفلا تعقلون أفمن وعدناه وعدا حسنا فهو لاقيه كمن متعناه متاع الحياة الدنيا ثم هو يوم القيامة من المحضرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1325 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 60-61 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أوتيتم من شيء فمتاع الحياة الدنيا وزينتها وما عند الله خير وأبقى فلا تعقلون أفمن وعدناه وعدا حسنا فهو لاقيه كمن متعناه متاع الحياة الدنيا ثم هو يوم القيامة من المحضرين. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 60-61 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്ന ആ ഘട്ടത്തിലെ ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കാതെ നിഷേധ നിലപാട് സ്വീകരിക്കുന്നതിന് കാരണമായിട്ട് അവർ പരസ്പരം അല്ലെങ്കിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയായ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പകർന്നു നൽകുന്ന ആ മാർഗദർശനം അവർ പിൻപറ്റുകയാണെങ്കിൽ, ഇന്നത്തബിഉൽ ഹുദ, ഈ മാർഗദർശനം നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ, അൽ ഹുദ മഅക നുതഖത്തഫ് മിൻ അർദിന, നമ്മൾ നാട്ടിൽ നിന്ന് പിഴുതെറിയപ്പെടും, അതല്ലെങ്കിൽ റാഞ്ചിയെടുക്കപ്പെടും എന്നതാണ് അവര് പങ്കുവച്ച ആശങ്ക. നാട്ടിൽ അവർക്ക് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനവും അതുപോലെ സാമ്പത്തികമായ ഭദ്രതയും അവരുടെ ജീവിതത്തിന് ആധാരമായിരുന്ന പല സൗകര്യങ്ങളും ഇതൊക്കെ അവർക്ക് നഷ്ടപ്പെടാനും അവര് വേരുകളില്ലാത്തൊരു സമൂഹമായി മാറാനും ഒക്കെ കാരണമാകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം അവര് അംഗീകരിക്കുന്ന പക്ഷം അറേബ്യയിലെ എല്ലാ ഗോത്രങ്ങളും തങ്ങളെ കൈയൊഴിയും, അവര് തങ്ങളെ പിഴുത് എറിഞ്ഞു കളയും, ഭൂമിയിൽ നാട്ടിൽ നിന്ന് അവര് റാഞ്ചിയെടുക്കപ്പെട്ട അവസ്ഥയിലാണ് ഉണ്ടാവുക. അവരുടെ ജീവിത സൗകര്യങ്ങൾ പൂർണ്ണമായിട്ടും അവർക്ക് നഷ്ടമാകുന്ന ഒരവസ്ഥ സംജാതമാകും. അവരുടെ നിലനിൽപ്പ് തന്നെ വെല്ലുവിളിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. ഇതാണ് അവർ പങ്കുവച്ച ആശങ്ക. ഈ ആശങ്ക പങ്കുവച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു 3 മറുപടികൾ ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി, അവര് എങ്ങനെയാണ് ഇപ്പോ അവരനുഭവിക്കുന്ന സുഭിക്ഷതയും സുരക്ഷിതത്വവും അതുപോലെ നിർഭയത്വവും ഒക്കെ അനുഭവിക്കുന്നവരായി മാറിയത്, അതിന് യഥാർത്ഥത്തിൽ ആരാണ് സാഹചര്യം ഒരുക്കുകയുണ്ടായത്, ആരുടെ നടപടികളാണ്
അതിന് അവർക്ക് പ്രയോജനകരമായത് തുടങ്ങിയ കാര്യങ്ങൾ. അവരിപ്പോ താമസിക്കുന്ന മക്ക അത് ഒരു വിശുദ്ധമായ പ്രദേശമാക്കി മാറ്റിയതും അവിടെ നിർഭയത്വമുള്ള അവസ്ഥ ഉണ്ടാക്കിയതും എല്ലാവിധ ജീവിത വിഭവങ്ങളും ലഭ്യമാകുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ആരാണ്? അതിന് മുഖ്യമായ കാരണമായി വർത്തിച്ച കാര്യം എന്താണ് എന്നതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പിന്നീട് ആയത്തുകളിൽ പരാമർശിക്കപ്പെടുകയുണ്ടായി. അത് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിരിക്കുന്ന ഈ 60-61 ആയത്തുകളിലായിട്ട് അള്ളാഹു മറ്റൊരു കാര്യമാണ് ഇതിനോടുള്ള പ്രതികരണം എന്നുള്ള നിലക്ക് അവരെ കേൾപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നത്, നിങ്ങളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതിക ജീവിത സുഖ സൗകര്യങ്ങൾ അത് എത്രത്തോളം പ്രസക്തമാണ് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തി ദുനിയ വസീനതുഹ. അള്ളാഹു പറയാണ്, നിങ്ങളിപ്പോ അനുഭവിക്കുന്ന, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന എന്തും, അത് നിർഭയത്വമായാലും വിഭവങ്ങളായാലും നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കഴിഞ്ഞുകൂടാൻ പറ്റുന്ന, നിങ്ങളുടെ സ്വന്തം നാട് എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് കഴിയാൻ പറ്റുന്ന ഈ ഭൂപ്രദേശം, അതുപോലെ ഭൗതിക ജീവിത വിഭവങ്ങൾ, ഇതൊക്കെ തന്നെയും വമാ ഊതീതും മിൻ ശൈഇൻ, എന്തൊക്കെയാണോ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്, ഇപ്പോ നിങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ച് കൊണ്ടിരിക്കുന്നത്, അതൊക്കെയും തന്നെ മതാഉൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിലെ വിഭവങ്ങൾ മാത്രമാണ്. ഭൗതിക ജീവിതത്തിന്റെ സീനത്തുമാണത്, ചില അലങ്കാരങ്ങളാണ്. ഇത് ഈ ഭൗതിക ജീവിതത്തിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന കേവലമായ വിഭവങ്ങളും അലങ്കാരങ്ങളുമാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. ഭൗതിക ജീവിതം എന്താണ്, ദുനിയാവിലെ ഈ ജീവിതം എത്രത്തോളമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനൊരു തുടക്കമുണ്ട്, ഒരു ഒടുക്കമുണ്ട്. ജീവിച്ച് ഏകദേശം അങ്ങ് എത്തുമ്പോ ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യം, വളരെ പരിമിതമായ ഒരു കാലം, വളരെ ചുരുങ്ങിയ ഒരു കാലം മാത്രമാണ് അവര് ഭൂമുഖത്ത് കഴിഞ്ഞുകൂടുകയുണ്ടായത് എന്നതാണ്. ഒരുപാട് കാലമൊന്നും അവര് ഇവിടെ കഴിഞ്ഞിട്ടില്ല. പിന്നെ അവര് സമ്പാദിച്ചതും നേടിയതും ഒന്നുമായ വിഭവങ്ങൾ അവർക്ക് പ്രയോജനകരമായി എന്നൊന്നും നിലനിൽക്കുന്നുമില്ല. നശ്വരമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന എല്ലാം തന്നെ. ജീവിതം തന്നെ ഒരു ഒടുക്കമുള്ള വിധത്തിലാണ്. ഇവിടെയുള്ള എല്ലാ വിഭവങ്ങളും അത് ഒരു നിർണിതമായ സമയത്തേക്ക് മാത്രം പ്രയോജനപ്പെടുന്നവയുമാണ്. അള്ളാഹു അവരോട് പറയുന്നത്, ഈ നശ്വരമായ ഐഹിക ജീവിത വിഭവങ്ങളെ കണ്ടുകൊണ്ടാണോ നിങ്ങൾ ഏറ്റവും വലിയ സൗഭാഗ്യം വേണ്ട എന്ന് വെക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് പാരത്രിക ജീവിത വിജയത്തിനുള്ള മാർഗത്തിലേക്കാണ്. ആ വഴി നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് അനന്തമായ പാരത്രിക ജീവിതം സുരക്ഷിതമാകും, അത് ഏറ്റവും നല്ല അവസ്ഥയിലാകും. അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് നിങ്ങളിപ്പോ അദ്ദേഹത്തെ തള്ളിക്കളയുന്നത് ഈ ഐഹിക ജീവിതം എന്ന നശ്വരമായ അനുഭവത്തെ ഉൾക്കുന്നതിന് വേണ്ടിയാണോ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. അപ്പോ നിങ്ങൾ ഭയപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരുന്ന ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ വേരോട്ടമില്ലാത്തവരായി മാറും, പിഴുതെറിയപ്പെട്ടവരായി മാറും, ഇവിടുന്ന് റാഞ്ചിയെടുക്കപ്പെട്ടവരെ പോലെയാകും എന്നൊക്കെയാണല്ലോ. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് നൽകപ്പെട്ട, നിങ്ങൾ ഈ സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, അത് എത്രത്തോളം പ്രസക്താണ്. അത് ഐഹിക ജീവിതത്തിന്റെ ചില അലങ്കാരങ്ങളും വിഭവങ്ങളും മാത്രമാണ്. ഐഹിക ജീവിതത്തിന്റെ ചില ആകർഷണീയതകൾ മാത്രമാണ് അത്. ഇന്നോ നാളെയോ ആയിട്ട്
അല്ലെങ്കിലും തീർന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് അനുവദിച്ച സമയം അവസാനിക്കുന്നതാണ്. വമാ ഊതീതും മിൻ ഷൈഇൻ, എന്ത് തന്നെയാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളതെങ്കിലും, ഇപ്പൊ മതാഉൽ ഹയാത്തി ദുനിയ, അത് ഈ ഐഹിക ജീവിതത്തിലെ വിഭവങ്ങളാണ്. വസീനതുഹ, അതിന്റെ ചില അലങ്കാരങ്ങളുമാണ്. ജീവിതത്തെ നമുക്ക് ആനന്ദകരമാക്കി മാറ്റുന്ന, ജീവിതത്തോട് നമുക്ക് വലിയ ഇഷ്ടമുണ്ടാക്കി മാറ്റുന്ന ചില വിഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. ചില അലങ്കാരങ്ങളും ഉണ്ട്. എല്ലാം വിഭവങ്ങൾ നമുക്ക് കൺസ്യൂം ചെയ്യാനുള്ളതാവണമെന്നില്ല. ചിലതൊക്കെ നമുക്ക് മനസ്സിന് ആനന്ദം പകരുന്ന ചില അലങ്കാരങ്ങളാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു നിർണിതമായ ഒരു കാലയളവിലേക്കായിട്ട് നൽകിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും തന്നെ. ഇത് മതാഉൽ ഹയാത്തി ദുനിയ വസീനതുഹ ആണ്. മതാഉൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിത വിഭവങ്ങളാണ്, മതാആണ്. അതുപോലെ അതിന്റെ ചില അലങ്കാരങ്ങളും ആകർഷണീയതകളുമാണ്, സീനത്താണ്. വമാ ഇൻദല്ലാഹി ഖൈർ, എന്നാല് കേൾക്കണോ, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് ഉത്കൃഷ്ടമായത്, ഉത്തമമായത്, വ അബ്ഖ, അനശ്വരമായത്, എന്നെന്നും അവശേഷിക്കുന്ന വിഭവങ്ങള് അള്ളാഹു നമുക്ക് ഇപ്പോ തരാതെ മാറ്റിവെച്ചിട്ടുള്ള അള്ളാഹുവിന്റെ അടുക്കലുള്ള വിഭവങ്ങളാണ്. ഭൗതിക ലോകത്ത് നൽകപ്പെട്ട വിഭവങ്ങള് ഒരു നിർണിതമായ കാലയളവിലേക്കുള്ള നശ്വരങ്ങളായ സംഗതികളാണെങ്കിൽ, അള്ളാഹു നമുക്ക് ഇപ്പോ നൽകാതെ മാറ്റിവെച്ചിട്ടുള്ള അള്ളാഹുവിന്റെ അടുക്കലുള്ള വിഭവങ്ങൾ, വമാ ഇൻദല്ലാഹി ഖൈറും വ അബ്ഖ, അതാണ് കൂടുതൽ ഉത്തമമായത്. പാരത്രിക ലോകത്ത് നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടല്ലോ, അതാണ് ഖൈറായത്, ഉത്തമമായത്, കൂടുതൽ ഉത്കൃഷ്ടമായത്. അതുപോലെ വ അബ്ഖ, ബാക്കിയാവുന്നത്, അവശേഷിക്കുന്നത് അതാണ്. ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോകും. ഐഹിക ലോകത്തെ വിഭവങ്ങളും സാധ്യതകളും ഒക്കെ നശ്വരമാണ്, അത് തീർന്നു പോകും, നശിച്ചു പോകും. ഇതിനേക്കാളൊക്കെ ഉത്തമമായത് അള്ളാഹു മാറ്റിവെച്ചിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ പിന്നീട് നമുക്ക് നൽകാം എന്ന വാഗ്ദാനത്തോടു കൂടി അള്ളാഹു പിടിച്ചു വെച്ചിരിക്കുന്ന സംഗതികളാണ്. അതാണ് ഖൈറുൻ, ഇവിടെ നൽകപ്പെട്ടതിനേക്കാൾ ഉത്തമമായത്. വ അബ്ഖ, അവശേഷിക്കുന്നതും, നശ്വരമല്ലാതെ, നശിച്ചു പോകാതെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തില് എന്നെന്നും ശേഷിക്കുന്നത് ആ വിഭവങ്ങളാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഇത് ആലോചിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ അഖ്ല് പ്രയോജനപ്പെടുത്തുന്നില്ലേ? നിങ്ങൾ ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നില്ലേ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ? അള്ളാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾ നിഷേധിക്കുന്നതിന് നിങ്ങൾക്കുള്ള കാരണം, നിങ്ങളുടെ ഐഹിക ലോകത്തെ, നിങ്ങളുടെ ഈ നാട്ടിലെ നിങ്ങളുടെ സുഭിക്ഷതയും ക്ഷേമവും അതുപോലെ തന്നെ ശാന്തി സമാധാനവും നിർഭയത്വവും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും എന്ന് ഭയന്നുകൊണ്ടാണല്ലോ. നിങ്ങൾ അതിൽ നിന്ന് അറുത്തു മാറ്റപ്പെടും എന്നതാണ് നിങ്ങളുടെ ആശങ്ക. എന്നാൽ കൂട്ടരെ, ഇത് നിങ്ങൾ എത്ര കാലം കൊണ്ട് നടക്കും? അത് നിർണിതമായ ഒരു കാലയളവിലേക്ക് മാത്രമായി നൽകപ്പെട്ടിരിക്കുന്ന വിഭവങ്ങളല്ലേ? അള്ളാഹുവിന്റെ അടുക്കലുള്ളതല്ലേ ഏറ്റവും ഉത്തമമായതും അവശേഷിക്കുന്നതുമായ വിഭവങ്ങൾ. അതിനു വേണ്ടി നിങ്ങൾ ഈ ഐഹിക ലോകത്ത് നൽകപ്പെട്ടിരിക്കുന്ന വിഭവങ്ങളിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ത്യാഗം ചെയ്യേണ്ടി വരുന്നത് എന്തിനാണ് ഇത്ര ആശങ്ക ഉളവാക്കുന്ന കാര്യമാവുന്നത്? ഇതാണ് അള്ളാഹു ചോദിക്കുന്ന കാര്യം. നിങ്ങൾ ഐഹിക ലോകത്ത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഭവങ്ങൾ വേണ്ടാന്ന് വെക്കാനൊന്നും അള്ളാഹു ആവശ്യപ്പെടുന്നില്ല. അതൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. പക്ഷേ അള്ളാഹുവിന്റെ ആദർശ പാതയുമായി അത് സംഘട്ടനത്തിലാകുമ്പോൾ അവയിൽ ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരും. ചിലതൊക്കെ അതിന്റെ ലഭ്യതക്ക് നമുക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായി എന്ന് വരും. അത് പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ പിന്നീട് നൽകാം എന്ന നിലക്ക് അള്ളാഹു മാറ്റിവെച്ചിരിക്കുന്ന വിഭവങ്ങൾ ഉണ്ടല്ലോ, ആ വിഭവങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ നിസ്സാരമായതാണ്, വില കുറഞ്ഞതാണ്.
അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് ഏറ്റവും ഉത്തമമായതും അതുപോലെ എന്നെന്നും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തില് അവശേഷിക്കുന്നതും. ഈ കാര്യം നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കാത്തത് എന്തേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അഫലാ തഅഖിലൂൻ. അപ്പോ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസപാതയിലേക്ക് വന്ന ആളുകളൊക്കെയും തന്നെ പരീക്ഷിക്കപ്പെടുന്നതാണ്. അവർക്ക് വിഭവങ്ങൾ തടയപ്പെട്ടു എന്ന് വരും, നാട്ടിൽ അവര് അനുഭവിച്ചിരുന്ന നിർഭയത്വം ഇല്ലാതായി എന്ന് വരും, അവര് കിടുകിടാ വിറപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി എന്ന് വരും, അവരുടെ നിലനിൽപ്പിനുള്ള വിഭവങ്ങൾ പോലും ഇല്ലാത്ത അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യവും അവസ്ഥയൊക്കെ ഉണ്ടായി എന്ന് വരും. പക്ഷെ അതൊന്നും നഷ്ടപ്പെടുത്തണ്ട എന്ന നിലക്ക് നിങ്ങൾ നിഷേധത്തിന്റെ നിലപാടിൽ നിലകൊള്ളുകയാണെങ്കിൽ എത്ര കാലം നിങ്ങൾക്ക് ഈ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയും? നിങ്ങൾക്ക് അനുവദിച്ച സമയം അവസാനിക്കൂലേ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിഭവങ്ങൾ തീർന്നു പോകൂലേ? അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് അതിനേക്കാൾ ഉത്തമമായത്, എന്നെന്നും അവശേഷിക്കുന്നതുമായ വിഭവങ്ങൾ. ഇതാണ് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കേണ്ടത് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അഫമം വാഴദിനാഹു വാഴദൻ ഹസന. ഒരാൾക്ക് നാം വളരെ ഉത്തമമായ ഒരു വാഗ്ദാനം നൽകി. അള്ളാഹു രണ്ടാളുകളെ താരതമ്യം ചെയ്യാണ്. ഒരാൾക്ക് അള്ളാഹു ഏറ്റവും ഉത്തമമായ ചില സംഗതികൾ വാഗ്ദാനം ചെയ്തു. ഫഹുവ ലാഖീഹി. അയാൾ അതിലേക്ക് എത്തിച്ചേരും, അത് പ്രാപിക്കും, അത് അയാൾക്ക് കിട്ടും, ഉറപ്പാണ്, അതിൽ സംശയമൊന്നുമില്ല. അള്ളാഹു ഒരാൾക്ക് ഏറ്റവും ഉത്തമമായ ചിലതൊക്കെ വാഗ്ദാനം ചെയ്തു, അത് അയാൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ആ വാഗ്ദാനങ്ങള് അയാളുടെ കാര്യത്തിൽ പുലരും, അയാൾക്കത് അനുഭവിക്കാനാകും. ഈ ഒരാള് ഒരു ഭാഗത്തുള്ളത് അങ്ങനെ ഒരാളാണ്. അള്ളാഹു ചില വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു, വളരെ ഉത്തമമായ വാഗ്ദാനങ്ങളാണ്. ഈ വാഗ്ദാനങ്ങളൊന്നും അള്ളാഹു ലംഘിക്കുകയില്ല. സമയമാകുമ്പോ അയാൾക്കത് കൈവരിക്കാനാകും. ആ വാഗ്ദാനങ്ങൾ പുലർന്നതായിട്ട് അയാൾക്ക് അനുഭവിക്കാനും സാധിക്കും. ഇതാണ് ഒരു വശത്ത്. ഇയാള് ഇങ്ങനെ ഇനി രണ്ടാമതൊരാളുടെ കാര്യം പറയുന്നുണ്ട്. അയാളെ പോലെ ആകുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ ആദ്യം പറയുന്ന ആള് അള്ളാഹു ഒരു വാഗ്ദാനം നൽകി, ഉത്തമമായ വാഗ്ദാനമാണ്, അത് തീർച്ചയായിട്ടും പുലരുകയും അയാൾ അത് പ്രാപിക്കുകയൊക്കെ ചെയ്യും, അയാൾ അത് നേടും. അങ്ങനെയുള്ള ഒരാള് അയാള് ഇനി പറയുന്ന ആളെ പോലെയാണോ? കമൻ മത്താഴനാഹു മത്താൽ ഹയാത്തി ദുനിയ. ഈ രണ്ടാമത്തെ ആൾക്ക് നാം ഈ ദുനിയാവിലെ ചില വിഭവങ്ങൾ ആസ്വദിപ്പിച്ചിരിക്കുന്നു, ദുനിയാവിന്റെ ചില വിഭവങ്ങൾ നാം അയാൾക്ക് നൽകിയിരിക്കുന്നു. ഐഹിക ലോകത്തെ ചില ആകർഷകമായ വിഭവങ്ങൾ നാം അയാൾക്ക് നൽകിയിരിക്കുന്നു. മത്താഴനാഹു മത്താഴൽ ഹയാത്തി ദുനിയ. ദുനിയാവിന്റെ ചില മത്താഴുകളാണ് രണ്ടാമത്തെ ആൾക്ക് നൽകിയിരിക്കുന്നത്. അതിനെപ്പറ്റി അള്ളാഹു ഏറ്റവും ഉത്തമമായ വിഭവങ്ങൾ എന്നൊന്നും പറയുന്നില്ല. അപ്പോ രണ്ടാമത്തെ ആൾക്ക് ഐഹിക ലോകത്തെ ചില വിഭവങ്ങൾ ലഭ്യമാക്കിയിരിക്കുന്നു. സുമ്മഹുവ യൗമൽ ഖിയാമത്തി മിനൽ മഹ്ലരീൻ. എന്നിട്ട് പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അയാളുടെ അവസ്ഥ എന്താണ്? അയാൾ മിനൽ മഹ്ലരീൻ, ഹാജരാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. ശിക്ഷ ഏറ്റുവാങ്ങുന്നത് കൺമുന്നിൽ കാണാൻ, അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന നരകശിക്ഷ കൺമുന്നിൽ കാണാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അയാൾ. അയാള് നരകത്തിന്റെ യാതനകള് കാണാൻ വേണ്ടി സന്നിഹിതനാക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലായിരിക്കും പാരത്രിക ലോകത്ത്. ഇതാണ് രണ്ടാമത്തെ ആള്. ഈ രണ്ടാളുകളും ഒരുപോലെയാണോ? ആദ്യം പറഞ്ഞ ആള് ഈ രണ്ടാമത് പറഞ്ഞ ആളെ പോലെയാണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ആദ്യത്തെ ആൾക്ക് അള്ളാഹു ഏറ്റവും ഉത്തമമായ ചില വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ആ വാഗ്ദാനങ്ങള് സത്യമായി പുലരും, അയാൾ അത് നേടും. രണ്ടാമത് പറഞ്ഞ ആൾക്ക് ഈ ഐഹിക ലോകത്തെ ചില ജീവിത വിഭവങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അവൻ അതില് അഭിരമിച്ചുകൊണ്ട് അങ്ങനെ കഴിയുകയാണ്. ഐഹിക ലോകത്തിന്റെ ചില സുഭിക്ഷത, സുഖക്ഷേമകരമായ കാര്യങ്ങൾ, ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് അത് തന്നെയാണ് ജീവിതം എന്ന തെറ്റിദ്ധാരണയിൽ അയാൾ അങ്ങനെ നീങ്ങുകയാണ്. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അയാൾക്ക് എന്താ ഉള്ളത്? അയാള് ശിക്ഷ നേരിട്ട് കാണാൻ
ഹാജരാക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉണ്ടാവുക. യൗമൽ ഖിയാമത്തി ഹുവ യൗമൽ ഖിയാമത്തി സുമ്മ ഹുവ യൗമൽ ഖിയാമത്തി മിനൽ മുഹ്ളരീൻ. മുഹ്ളർ എന്ന് പറഞ്ഞാൽ ഹാജരാക്കപ്പെടുന്ന ആള്. എവിടെയാണ് ഹാജരാവുന്നത്? ഈ ഐഹിക ലോക വിഭവങ്ങൾ ആസ്വദിച്ച് അതിൽ അഭിരമിച്ച് ബാക്കിയെല്ലാം മറന്നു കളഞ്ഞ ഒരാള്. അയാൾ അവസാനം ഈ വിഭവങ്ങളൊക്കെ അയാൾ ആസ്വദിച്ച് അങ്ങനെ പോയി, ഇത് തന്നെയാണ് ജീവിതം, ഇതെന്നും നിലനിൽക്കും എന്ന ഒരു മൂഢമായ ധാരണയിൽ അയാൾ അങ്ങനെ പോവുകയാണ്. പിന്നീട് അയാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എങ്ങോട്ടാണ്? അത് മുഹല്ലറുകളോടൊപ്പം പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയാണ്. പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷ നേരിട്ട് കാണാൻ അവിടെ ഹാജരാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് അയാൾ ഉണ്ടാവുക. അപ്പോ ആദ്യം പറഞ്ഞ അള്ളാഹു ഏറ്റവും ഉത്തമമായ ചില സംഗതികള് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ കൂട്ടർ അത് അനുഭവിക്കുകയും ചെയ്യും. ആ ആളുകള് ഈ രണ്ടാമത് പറഞ്ഞ ഭൗതിക ലോക വിഭവങ്ങൾ നൽകപ്പെട്ട, എന്നിട്ട് അവസാനം ശിക്ഷയിലേക്ക് കണ്ണു തുറക്കാൻ വിധിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവരെ പോലെയാണോ എന്നാണ് അള്ളാഹുവോട് ചോദിക്കുന്ന ചോദ്യം. മക്കയിലെ ആളുകളെ പരോക്ഷമായിട്ട് അള്ളാഹു ഈ രണ്ടാമത്തെ ആളോടാണ് താരതമ്യം ചെയ്യുന്നത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭൗതിക സുഖാസക്തികളിലും മുഴുകി നിൽക്കുന്ന ആ ആളുകൾ രണ്ടാമത് പറഞ്ഞ ആളെ പോലെയാണ്. അവർ ഈ ലോകത്ത് പല വിഭവങ്ങളും ആസ്വദിച്ചുകൊണ്ട് അതെന്നും നിലനിൽക്കും എന്നൊക്കെ കരുതി ജീവിച്ചു പോവുകയാണ്. പക്ഷെ മരണാനന്തരം അവർ കണ്ണു തുറക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ കൊടിയ ശിക്ഷ അനുഭവിക്കുന്ന സംഗതികളെ നേരിൽ കാണുന്ന വിധത്തിലാണ്. ഇതാണ് അവരുടെ ഉപമ. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റാൻ സന്നദ്ധരായ ആളുകൾ അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും ഉത്തമമായ വാഗ്ദാനം മുഖവിലൊക്കെ എടുത്തുകൊണ്ട് ആ മാർഗത്തിലേക്ക് വന്ന ആളുകളാണ്. അള്ളാഹു സ്വർഗം തരും, അള്ളാഹു ഉത്തമരായ ഇണകളെ തരും, അള്ളാഹു ജീവിത വിഭവങ്ങൾ തരും, അള്ളാഹു അവന്റെ സന്തോഷവും തൃപ്തിയും ഒക്കെ നമ്മളുടെ മേൽ ചൊരിയും എന്നൊക്കെ പറഞ്ഞ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ. ഈ വാഗ്ദാനങ്ങളൊക്കെ സത്യമാണ്, അതൊക്കെ പുലരും എന്ന് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് അങ്ങനെ കരുതി അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന്റെ പാതയിൽ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ തീർച്ചയായിട്ടും അവർക്ക് അത് അനുഭവിക്കാൻ സാധിക്കും. അത് യാഥാർത്ഥ്യമായിട്ട് അവരുടെ കാര്യത്തിൽ പുലരും. അവരെ പോലെയാണോ ഈ മക്കയിലെ ആളുകളുടെ ഈ ഭൗതിക സുഖലോലുപതയിലും ഒഴുകിയിരിക്കുന്ന പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ഈ ആളുകളുടെ അവസ്ഥ? ഇത് രണ്ടും ഒരുപോലെയാണോ എന്നതാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം കൂടിയ ആളുകൾ അള്ളാഹു അവർക്ക് നൽകിയ ഉത്തമമായ വാഗ്ദാനം പുലരുന്നത് നേരിട്ട് അനുഭവിക്കാനിരിക്കുന്നു. എന്നാൽ നിഷേധികളോ, അവരിവിടെ അള്ളാഹു നൽകിയിട്ടുള്ള തുച്ഛമായ വിഭവങ്ങള് അതാണ് ഏറ്റവും ഉത്തമമായത് എന്ന് കരുതിക്കൊണ്ട് അതിലെങ്ങനെ കൂടുന്നു. എന്നിട്ട് പാരത്രിക ലോകത്ത് അവര് കണ്ണു തുറക്കാൻ പോകുന്നത് ശിക്ഷയുടെ വിവിധ അതികഠിനമായ കാഴ്ചകള് കാണുന്നതിലേക്കായിട്ടാണ്. ഇതാണ് ഈ രണ്ടു കൂട്ടരും ഒരുപോലെയാണോ? ആദ്യത്തെ ആള് രണ്ടാമത്തെ ആളെ പോലെയാണോ എന്നാണ് അള്ളാഹുവിടെ ചോദിക്കുന്നത്. മക്കയിലെ ആളുകൾക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാം, അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്താം. അവര് ബുദ്ധിപൂർവകമായ ഒരു നിലപാടിലല്ല ഉള്ളത് എന്ന കാര്യം അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റ് തിരുത്താം. അതിനൊക്കെ പറ്റുന്ന വിധത്തിലാണ് അള്ളാഹു ഈ കാര്യങ്ങൾ അവരെ അറിയിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഖസസിലെ 60, 61 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ വിശുദ്ധ റമദാന്റെ അവസാന നാളുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം ഏറ്റവും ഏറെ പ്രയോജനകരമാക്കാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. തടവറകളിലും പോരാട്ട രംഗങ്ങളിലും അതുപോലെ പ്രതിസന്ധികളുടെ സങ്കീർണതകളിലുമൊക്കെ ആയിട്ട് കഴിയുന്ന ധാരാളം സഹോദരന്മാര് നമ്മുടെ ഒക്കെ കൂട്ടത്തില് നമ്മുടെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്നവരുണ്ട്. അള്ളാഹു അവർക്ക്
ഏറ്റവും ആനന്ദകരമായ ജീവിത സാഹചര്യം നൽകുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അള്ളാഹു അവസാനിപ്പിക്കുകയും അവരുടെ സമർപ്പണങ്ങളെ അള്ളാഹു സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. തടവറകള് അവർക്ക് അവരുടെ വിശ്വാസപരമായ ദാർഢ്യത നൽകുന്ന അനുഭവങ്ങൾ പകരുന്ന ജീവിത സന്ദർഭങ്ങളായി മാറുകയും ചെയ്യട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.